Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. Start here. Good afternoon, ma'am. Good afternoon. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ഒബ്സ്റ്റാക്കിൾസ് ആണ് അല്ലെ, അത് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്ചാർജ് പ്രോസസ്സ് അതിന്റെ ഒരു എന്താ പറയാ റവന്യൂ ഇംപ്രൂവ് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ വരെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം, ഇതൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഫസ്റ്റ് വൺ എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം, സെക്കൻഡ് വൺ ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്, and third one discharge planning during admission, fourth one improve care coordination, fifth one better bed management, sixth one ensure discharge medication reaches the ward ASAP. Okay, and the next is policy and procedure on discharge. അതായത് ഡിസ്ചാർജ് പ്രോസസ്സിലെ പോളിസികളും പ്രൊസീജിയേഴ്സും. പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? നയങ്ങള്. പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാല് നടപടിക്രമങ്ങൾ. ഒരു രോഗിയെ, ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള പോളിസികളും പ്രൊസീജിയേഴ്സും ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അതിനകത്തൊരു പർപ്പസ് കൊടുത്തിട്ടുണ്ട്. പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ദേശം. അതായത് ഹോസ്പിറ്റൽ ഡിസ്ചാർജിന്റെ പർപ്പസ് എന്താണെന്നാണ് ആ ഒരൊറ്റ ലൈനിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിയേ, പർപ്പസിന്റെ താഴെയായിട്ട് to provide guidelines for the discharge of inpatient from hospital. അതായത് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആകുന്ന പേഷ്യൻസിന് ഗൈഡ് ലൈൻ കൊടുക്കുക എന്നുള്ളതാണ് ഡിസ്ചാർജ് പ്രൊസീജിയറിന്റെ പർപ്പസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡിസ്ചാർജ് പ്രൊസീജിയർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യന്റ് ഫ്രം ഹോസ്പിറ്റൽ. ഓക്കെ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അതിന്റെ പർപ്പസ് എന്താണെന്ന് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, എന്താണ് പർപ്പസ്? ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യന്റ് ഫ്രം ഹോസ്പിറ്റൽ. ഓക്കെ, അടുത്തത് കുറച്ച് പോളിസികൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. പോളിസികൾ അവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, പോളിസി നമ്പർ 1, ഡിസ്ചാർജ് പ്രൊസീജിയർ ഷാൽ ബി ഫോളോവഡ് ടു മേക്ക് ഷുവർ ദാറ്റ് patients are discharged effectively and efficiently, allowing the most favorable resources. അതായത് ഹോസ്പിറ്റലിലെ റിസോഴ്സസ്, അതായത് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു രോഗിക്ക് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റുമായിട്ടുള്ള ഡിസ്ചാർജ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പോളിസി ആയിട്ട് വരുന്നത്. ഇപ്പൊ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അത് ഡോക്ടേഴ്സ് ആവാം, നഴ്സസ് ആവാം, അല്ലെങ്കിൽ അവിടെയുള്ള എക്യുപ്മെന്റ്സ് ആവാം, അതർ സ്റ്റാഫുകളാകാം. അവരുടെയൊക്കെ അവൈലബിലിറ്റി കൊണ്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ ജോലി കൊണ്ട്, അവരുടെ ഡ്യൂട്ടി കൊണ്ട് ആ പേഷ്യന്റിന് സുഖമായിട്ട് എന്ത് ചെയ്യണം, ഡിസ്ചാർജ് ചെയ്തു പോകാനായിട്ട് സാധിക്കണം. ഓക്കെ, അതാണ് പോളിസി നമ്പർ 1. എന്താണ് പറഞ്ഞത്? അതായത് ഫേവറബിൾ ആയിട്ടുള്ള റിസോഴ്സ്, ഹോസ്പിറ്റലിലെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്രോസസ്സ് രോഗിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു കൊടുക്കുക, അതായത് നൽകുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, an authorized hospital discharge shall only made by an order from the primary consultant. However, a patient may discharge himself herself against medical advice. Okay, അതായത് ഒരു ഓതറൈസ്ഡ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് അതൊരു പ്രൈമറി കൺസൾട്ടന്റ് അടുത്ത് നിന്നാണ് അങ്ങനെയുള്ള ഒരു ഓർഡർ കിട്ടുന്നത്. അതായത് നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ, അത് ഫിസിഷ്യൻ എന്ന് പറയാം, അദ്ദേഹത്തെ ഡോക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൈമറി കൺസൾട്ടന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ വ്യത്യസ്ത പേരുകളുണ്ട് ഡോക്ടർക്ക്. അപ്പൊ ഇവര് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു ഡിസ്ചാർജ് തരുന്നത്. അപ്പോ അവരുടെ അഡ്വൈസോട് കൂടി തരുന്ന ഡിസ്ചാർജിനെയാണ് ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്ത് നടക്കുന്നത്, പേഷ്യന്റിന്റെ ഡിസ്ചാർജ് നടക്കുന്നത്. ഇനി അതല്ല, എന്താണ്, പേഷ്യന്റ് സ്വയം, അയാളുടെ സ്വയം തീരുമാനത്തിലും എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ വിട്ടു പോകാം, എഗെയിൻസ്റ്റ്
മെഡിക്കൽ അഡ്വൈസ് ആയിട്ട് പോകാം. അതിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അതും എന്താണ്, അതായത് ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഡിസ്ചാർജ് ആണ്. എന്നിരുന്നാലും നമുക്കൊരു ഓതറൈസ്ഡ് ഡിസ്ചാർജ് എന്ന് പറയാൻ കഴിയുന്നത് അത് ഡോക്ടർ നേരിട്ട് ഓർഡർ ആയിട്ട് തരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാമല്ലോ, റൂട്ടീൻ ഡിസ്ചാർജ് അല്ലെങ്കിൽ പ്ലാൻഡ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആണ്. എന്നാൽ AMI ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരു അൺഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആണ്. 2 പോയിന്റ് ക്ലിയർ ആയോ? 2 പോയിന്റ് ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. And third one, the consultant or his designee shall document discharge instructions in the patient's medical record at the time of anticipated discharge. അതായത് ഒന്നില്ലെങ്കിൽ കൺസൾട്ടന്റ് അല്ലെങ്കിൽ കൺസൾട്ടന്റ് നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഹോസ്പിറ്റൽ ഡിസ്ചാർജ് കൊടുത്ത പേഷ്യന്റിന്റെ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും മെഡിക്കൽ റെക്കോർഡായിട്ട് രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മെഡിക്കൽ റെക്കോർഡില് പോയിന്റ് ചെയ്ത് എഴുതിയിരിക്കണം. ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഡോക്ടർ രാവിലെ വന്ന് ഡിസ്ചാർജ് കൊടുക്കുകയാണ്. അങ്ങനെ ഡിസ്ചാർജ് കൊടുത്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം, പേഷ്യന്റ് എല്ലാ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മെഡിക്കൽ റെക്കോർഡില് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ദെൻ ഫോർത്ത് പോയിന്റ്, a discharge summary shall be prepared and all patients are provided with a discharge summary at the time of discharge. Okay. അതായത് ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ അത് കൊടുക്കുന്നതും എപ്പോഴാണ്, ഈ ഒരു ഡിസ്ചാർജിന്റെ, അതായത് എപ്പോഴാണോ രോഗിക്ക് ഡിസ്ചാർജ് കൊടുക്കുന്നത് ആ ഒരു സമയത്താണ്. ഓക്കെ. അതായത് എല്ലാ പേഷ്യൻസിനും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ചാർജ് സമ്മറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നൽകുന്നത് ഹോസ്പിറ്റൽ ഡേയ്സിന്റെ അവസാനത്തെ ദിവസമാണ് എന്ത് കൊടുക്കുക, ഈ ഒരു ഡിസ്ചാർജ് സമ്മറി രോഗിക്ക് നൽകുക. ഓക്കെ. ദെൻ ഫിഫ്ത് പോയിന്റ്, the ward sister shall be anticipated എന്ന് പറഞ്ഞാല് അനുബന്ധം, അതായത് രോഗിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അനുബന്ധ വിവരങ്ങള് റെക്കോർഡ് ചെയ്ത് വെക്കുക, അതായത് ആ ഫയലില് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആന്റിസിപ്പേറ്റഡ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിനോട് അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. The ward sister shall be the responsible person to ensure compliance with this policy, like billing, duration to finish a discharge process, etc. അതായത് വാർഡ് സിസ്റ്റർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഇതിനകത്തുണ്ട്. ഓക്കെ. അതായത് ഒരു വാർഡിന്റെ ചാർജ് ഉള്ള സിസ്റ്റർ, ഇപ്പൊ രോഗികൾ സാധാരണ അഡ്മിറ്റ് ആവുന്നത് വാർഡുകളിൽ അല്ലെങ്കിൽ റൂമുകളിലായിരിക്കും അല്ലെ. ആ ഒരു ഏരിയയിൽ ചാർജ് ഉള്ള ഒരു സിസ്റ്റർ ഉണ്ടാവും. ആ സിസ്റ്റർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതായത് ബില്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ ഡിസ്ചാർജിന് എത്ര സമയം വരുന്നുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് വാർഡ് സിസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ. വാർഡ് സിസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോ നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കാം. ഓക്കെ. ഹോസ്പിറ്റൽ ഡേയ്സിന്റെ ഫൈനൽ ഡേ ആണ് ഡോക്ടർ നിങ്ങൾക്ക് ഡിസ്ചാർജ് തരുന്നത് അല്ലെ. ഡിസ്ചാർജ് ചെയ്തപ്പോ ഡോക്ടർ സാധാരണ റൗണ്ട്സിന് വരുന്നത് ഒരു 9, 10, 11 മണി അതിന്റെ ഉള്ളിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുക, റൗണ്ട്സിന് വരിക. ചില കാരണങ്ങളാൽ എന്ത് ചെയ്യും, ഡോക്ടർമാർ വൈകി വരാറുണ്ട് അല്ലെ. ചില സർജറീസ് ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ലേറ്റ് ആവാറുണ്ട്. സാധാരണ ഒരു 11 മണിക്കുള്ളിൽ എന്ത് ചെയ്യും, റൗണ്ട്സ് കംപ്ലീറ്റ് ആവുക ചെയ്യുക. നിങ്ങൾക്ക് ആ സമയത്താണ് ഡോക്ടർ ഡിസ്ചാർജ് തരുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാനായിട്ട് പറ്റുമോ? കമന്റ് ചെയ്ത് ഒന്ന്, പറ്റുമോ? ഇല്ല അല്ലെ. ഒരിക്കലും പോകാനായിട്ട് പറ്റില്ല. നമുക്ക് ഒരു 10 മണിക്കാണ് ഡോക്ടർ വന്ന് ഡിസ്ചാർജ് തരുന്നത്, 10:30 നമുക്ക് അവിടുന്ന് ലീവ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? പോകാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? റീസൺ എന്താ പോകാൻ പറ്റാത്തതിന്റെ? ബില്ലിംഗ് ആണ് അല്ലെ. അതായത് ബില്ലിങ്ങിലുള്ള എന്താ പറയാ ഒരു ഡിലേ ആണ് നമുക്ക് പോകാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്. കാരണം ഹോസ്പിറ്റലിൽ ധാരാളം പേഷ്യൻസ് വേറെയും ഉണ്ട്. അവരെയും ചിലപ്പോൾ മറ്റു ഡോക്ടേഴ്സ് ഡിസ്ചാർജ് ചെയ്തെന്നിരിക്കാം. അപ്പൊ അവരുടെയും ബില്ല് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉണ്ടാവും.
ആ ഒരു സമയത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാല് ഡിസ്ചാർജ് ലേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ വേറെ പല കാരണങ്ങളുണ്ട്. ഇപ്പൊ ഇൻഷുറൻസ് ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇൻഷുറൻസിന്റെ ആ ഒരു എന്താ പറയുക വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ലേറ്റും കാരണങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്ചാർജ് വൈകാം. അപ്പൊ ആ വിവരം കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഡിസ്ചാർജ് വൈകുന്നത്, ബില്ലായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യന്റിനെ അറിയിക്കുന്നത് ആരാണ്? വാർഡ് അസിസ്റ്റർ. ഓക്കെ. Then, sixth point, the discharge summary shall contain all patient details. അപ്പൊ നമ്മളിപ്പോ കുറെ ആയല്ലോ ഡിസ്ചാർജ് സമ്മറി എന്ന് കേൾക്കുന്നത്. ഈ ഡിസ്ചാർജ് സമ്മറിയിൽ എന്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? അതായത് പേഷ്യന്റിന്റെ എല്ലാ തരം വിവരങ്ങളും എവിടെയുണ്ട്? ആ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെ വിവരങ്ങളുണ്ട്? പേഷ്യന്റ് ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാകും. Then seventh point, in case of death, the discharge summary must include the cause of death. ഇനി അതായത് ഈ ഒരു എന്താ പറയാ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് മരണപ്പെടുകയാണെങ്കിൽ ആ മരണ കാരണം, ഡെത്ത് റീസൺ എന്താണെന്ന് ഡിസ്ചാർജ് സമ്മറിയിൽ നിർബന്ധമായും എഴുതിയിട്ടുണ്ടാകും. ഓക്കെ. ചില പേഷ്യൻസ് എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ചിലപ്പോൾ പ്രായമായിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് വരികയോ ചികിത്സ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ സെറിബ്രൽ ഹെമറേജ് വരികയോ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ എന്താണ് മരണപ്പെടാനുള്ള കാരണം എന്ന് ഡിസ്ചാർജ് സമ്മറിയിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡെത്ത് എന്ത് തന്നെയാണ്? ഡിസ്ചാർജ് തന്നെയാണ് അല്ലെ. ഡെത്തായി സംഭവിച്ച, അതായത് ഡെത്ത് വന്നിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ ഡെഡ് ബോഡി പേഷ്യന്റിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഡിസ്ചാർജിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു മരണകാരണം അതില് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ. Then eighth point, the nurse shall be responsible for completing the discharge checklist and explaining the discharge summary to the patient, family. Understanding shall be recorded in document on the discharge checklist by getting signed by the patient, family. അതുപോലെ തന്നെ നഴ്സ്, വാർഡ് സിസ്റ്റർക്ക് വേറെയും ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താണ്? അതായത് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കേണ്ടതും രോഗിക്ക്, ഫാമിലിക്ക് ഡിസ്ചാർജ് സമ്മറി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതും നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ. പേഷ്യന്റ് അല്ലെങ്കിൽ ഫാമിലി സൈൻ ചെയ്തുകൊണ്ട് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റിലെ ഡോക്യുമെന്റിൽ രേഖപ്പെടുത്തണം. അതായത് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ്, അതായത് ഡോക്ടർ എഴുതിയിരിക്കുന്ന ഒരു ഡിസ്ചാർജിന്റെ സമ്മറിയിലെ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടു പോയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അത് സിസ്റ്ററാണ്. ഓക്കെ. അതുകൂടാതെ ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിരിക്കുന്ന അതായത് ആ ഒരു ഉള്ളടക്കം എന്താണ് ഇതിനകത്ത് ഡോക്ടർ എഴുതിയിരിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ആരുടെ കടമയാണ്? നഴ്സിന്റെ കടമയാണ്. ഓക്കെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർമാരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, അവരുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ അത് വിശദീകരിച്ചു കൊടുക്കേണ്ടത്, അതിനകത്ത് പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവും. വേണമെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കാണിക്കാനായിട്ട് എഴുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ മെഡിസിൻസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ധാരാളം കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? അത് വാർഡ് സിസ്റ്റർ ആണ്. അതിന്റെ ഉള്ളടക്കം രോഗിക്ക് അല്ലെങ്കിൽ രോഗിയുടെ ഫാമിലിക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. ഇനി വിശദീകരിച്ചു കൊടുത്തത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് നേടണം? രോഗിയിൽ നിന്ന് അല്ലെങ്കിൽ രോഗിയുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് ഒരു സൈൻ വാങ്ങിച്ച് ഇൻ പേഷ്യന്റ് റെക്കോർഡില് സൂക്ഷിച്ചു വെക്കണം. ഓക്കെ. അതായത് ഈ ഡിസ്ചാർജ് സമ്മറി ഇവര് കേട്ടു എന്ന് ഉറപ്പുവരുത്താനായിട്ട്, അതായത് നഴ്സ് അവരുടെ ഡ്യൂട്ടി ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ ഒരു പ്രൂഫ് വേണ്ടേ? ഓക്കെ. ഡിസ്ചാർജ് സമ്മറി ഇപ്പൊ ഒരു പേഷ്യന്റിനോട് ചോദിക്കണം, ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയതാണ്, പോയി കഴിഞ്ഞിട്ട് അപ്പൊ ഡിസ്ചാർജ് സമ്മറിയിലുള്ള ഇൻസ്ട്രക്ഷൻ ഒന്നും ഫോളോ ചെയ്യാതെ തിരിച്ചു വരികയാണ് വീണ്ടും രോഗമായിട്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്, എനിക്ക് ഇവിടെ ആരും പറഞ്ഞു തന്നില്ല, ഒരു സിസ്റ്റർ ഒരു ഡോക്ടർ ഒന്നും കാര്യങ്ങളൊന്നും വിശദീകരിച്ചു തന്നില്ല, എന്റെ പഴയ റൂട്ടീൻ പ്രകാരമാണ് ജീവിച്ചതെന്ന് പറയുകയാണ്. ഓക്കെ. വാർഡ് സിസ്റ്റർ ഇത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടാവും. അയാൾ ചിലപ്പോൾ കള്ളം പറയുന്നതായിരിക്കും, അയാൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അവിടെ വാർഡ് സിസ്റ്റർക്കാണ് എന്ത് വരിക? അവരുടെ മേല് കുറ്റം വരിക. കാരണം അത് പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് പേഷ്യന്റ് ഡയറക്റ്റ് പറയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പ്രൂഫ് വേണം. ആ പ്രൂഫിന് എന്ത് ചെയ്യണം? സൈൻ വാങ്ങിച്ച് ഇൻ പേഷ്യന്റ് റെക്കോർഡില് വെക്കണം. ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് ഒരു സാധനം തരികയാണ്, ഒരു ഫാമിലിയില് ഒരു കിറ്റ് തരാന്ന് വിചാരിക്കും, ഒരു സൗജന്യ കിറ്റ് തരാണെന്ന് വിചാരിക്കുക. ഒരു ഫാമിലിയിൽ ഒരാൾക്ക്, അതിൽ ഒരു കുടുംബത്തിന് അത് കിട്ടുള്ളൂ അല്ലെ.
ആ കിറ്റ് നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ അവർ പറയുന്ന ഒരു കടലാസിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? ഒരു പ്രൂഫാണ് അല്ലെ, നമ്മളത് വാങ്ങിച്ചു എന്നതിന് തെളിവാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ ഡിസ്ചാർജ് സമ്മറി വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അത് അവർ കേട്ടു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഇൻ പേഷ്യന്റ് റെക്കോർഡില് ആ സൈൻ അവര് മേടിച്ച് വെച്ചിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, പേഷ്യൻസ് who request discharge against medical advice shall be explained the risk and informed consent policy. ഇനി against medical advice ആയിട്ട് പോകുന്ന പേഷ്യൻസിന് പോയി കഴിഞ്ഞാലുള്ള റിസ്കിനെ പറ്റിയും കൺസെന്റ് ഫോമിന്റെ പ്രൊസീജിയേഴ്സിനെ പറ്റിയും ഇൻഫോർമേഷൻ നൽകണം. ഓക്കെ, അതായത് ഈ സ്വയം എന്താ പറയാ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ആയി പോകുന്ന വ്യക്തികളോട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസ്കുകളും കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കണം. അതുകൂടാതെ കൺസെന്റ് ഫോം സൈൻ ചെയ്യുന്ന കാര്യങ്ങളും ആ കൺസെന്റ് ഫോമിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യം. ഓക്കെ, then 10th point, patients who leave hospital against medical advice are to be explained on the consequence of LAMA and signature to be obtained in LAMA form in patient report. ഓക്കെ, ഇനി എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആയിട്ട് പോകുന്ന പേഷ്യൻസ്, പ്രത്യേകിച്ചും ലാമ പേഷ്യൻസ്, ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ലാമയും ഡാമയും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഡാമ എന്ന് പറയുന്നത് നമ്മൾ ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തതിനു ശേഷം ഡോക്ടർ പറയുന്ന ഫോമില് ഒപ്പിട്ട്, അതായത് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മള് ഇവിടെ നിന്ന് വരിക, ഹോസ്പിറ്റലിൽ നിന്ന് പോവുക. എന്നാൽ ലാമയില്, അതായത് ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസില് ഡോക്ടറുമായിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ കൺസെന്റിൽ എന്ത് ചെയ്യുന്നില്ല, ഒപ്പിടുന്നില്ല. കൺസെന്റ് സൈൻ ചെയ്യാതെയാണ് രോഗി പോകുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താണ് വേണ്ടത്? അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം? ഇൻ പേഷ്യന്റ് റെക്കോർഡില് അവരെ കൊണ്ട് ഒപ്പിടിപ്പിക്കണം. കാരണം എന്താ, ഇവരെന്തായാലും കൺസെന്റിൽ സൈൻ ചെയ്യുന്നില്ല, പക്ഷെ ഇവര് പോയിന്നൊരു പ്രൂഫ് കൊടുക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് ഇൻ പേഷ്യന്റ് റെക്കോർഡിൽ അവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം? സൈൻ ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലാമ പേഷ്യൻസ് എന്ന് പറയുന്നത് ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് കേട്ടോ. അപ്പൊ ആരോടും പറയാതെ പോകുന്ന കേസുകളൊക്കെ എന്ത് തന്നെയാണ്? ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. Okay, then 11th point, a patient who comes to casualty, take treatment and leave hospital with the CMO, consent as OP consultations as given prescription based on patient condition. അതായത് കാഷ്വാലിറ്റിയിൽ വന്ന ചികിത്സ എടുത്ത് ആശുപത്രി വിടുന്ന ഒരു രോഗിക്ക് CMO ആണ് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാക്കി CMOയുടെ സമ്മതത്തോടെ OP കൺസൾട്ടേഷനുകൾക്ക് പ്രിസ്ക്രിപ്ഷൻ നൽകുന്നത്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു വയറുവേദന എടുക്കാണ് രാത്രിയാകുമ്പോൾ, ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്, ഭയങ്കര പെയിൻ ആണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ OP വർക്കിംഗ് അല്ല. കാരണം എന്താ, രാത്രി OP പ്രവർത്തിക്കില്ല, പകലാണ് OP പ്രവർത്തിക്കുക. എവിടെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്, ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? കാഷ്വാലിറ്റിയിലാണ് അല്ലെ. കാഷ്വാലിറ്റിയിൽ ചെന്നു, അവിടെയുള്ള ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒന്ന് പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കില്ല, കാരണം പെയിൻ ഉണ്ടെന്ന് പറയാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു, ടാബ്ലറ്റ് തന്നു, എന്നെ ഇവിടെ എന്ത് ചെയ്തു, ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് കിടത്താണ് ചെയ്യുന്നത്. പിറ്റേ ദിവസമായപ്പോഴും എന്താണ്, പെയിന് കുറവുണ്ട്, റിലീഫ് ഉണ്ട്, എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് നല്ലോണം വയറുവേദനിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഡോക്ടർ പറയാണ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് വരുമെന്ന് പറയാണ്. സ്കാൻ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ഡോക്ടർ റിസൾട്ട് കാണിക്കുമ്പോൾ ഡോക്ടർ റെഫർ ചെയ്യാണ്, ഉടനെ തന്നെ എന്ത് ചെയ്യണം, OPയിലേക്ക് പോകണം. OPയിലെ ഡോക്ടറെ നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെയാണ്, അതായത് കാഷ്വാലിറ്റിയിൽ വരുന്ന ഒരു രോഗിയാണെങ്കിലും ആ രോഗിയെ CMO, അതായത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ റെഫറൻസോട് കൂടിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, OPയിലേക്ക് റെഫർ ചെയ്യും. ഓക്കെ, then last point, the hospital administration must make sure that every hospital has an organized discharge planning and that can increase patient satisfaction. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളാണ്. അതായത് ഒരു എന്താ പറയാ, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടെങ്കിൽ
പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ. അതായത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ആ ഒരു ഡിസ്ചാർജ് അവിടെ നടത്തുന്നതെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? രോഗിയുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയുമാണ് എന്താ ഒരു 12th പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 12th പോയിന്റ് എന്ന് പറയും. ക്ലിയർ ആണോ? 12 പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, നന്നായിട്ട് വായിക്കാട്ടോ. അപ്പൊ ഒന്നും കൂടി ഞാനൊന്ന് ഷോർട്ട് ആയിട്ട് പറയാം. ഒരു എന്താ പറയാ, അതായത് ആശുപത്രിയിലെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് പേഷ്യന്റിന് എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് കൊടുക്കുക. അതാണ് ആദ്യത്തെ പോളിസി. രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എന്ന് പറയുന്ന അവിടെയുള്ള ഡോക്ടറാണ് തരുന്നത്. എന്നിരുന്നാലും ചില കേസുകളിൽ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരമല്ലാതെ ചില രോഗികൾ പോകുന്നുണ്ട്. മൂന്നാമത്തേത് ഒന്നുകിൽ ഫിസീഷ്യൻ അല്ലെങ്കിൽ ഫിസീഷ്യൻ അല്ലെങ്കിൽ കൺസൾട്ടന്റ് നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഡിസ്ചാർജ് സമയത്തെ രോഗിയുടെ എല്ലാ കാര്യങ്ങളും ഒരു ഫയലില് റെക്കോർഡ് ചെയ്ത് വെക്കണം. നാലാമത്തേത് എല്ലാ പേഷ്യൻസിനും ഡിസ്ചാർജ് സമ്മറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഡിസ്ചാർജിന്റെ ഫൈനൽ ഡേ ആ പോകുന്ന സമയത്തായിരിക്കും എന്ത് കൊടുക്കുക? ഡിസ്ചാർജ് സമ്മറി പ്രൊവൈഡ് ചെയ്യുക. Then 5th point, the ward sister shall be the responsible person to ensure compliance with the policy like billing, duration to finish a discharge process, etc. അതായത് വാർഡ് സിസ്റ്റർക്ക് ചില കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തിനാണ് റെസ്പോൺസിബിലിറ്റി? അതായത് ബില്ലിങ്ങിനെ കുറിച്ച് പേഷ്യന്റ് ഇൻഫോം ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്ചാർജ് പ്രോസസ് വൈകുന്ന കാരണം എന്ത് ചെയ്യുക? പേഷ്യന്റിനെ അറിയിക്കുക. ദെൻ ഡിസ്ചാർജ് സമ്മറിയില് എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം. ഏഴാമത്തത് പേഷ്യന്റിന് മരണം സംഭവിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുന്നതെങ്കിൽ മരണകാരണം രേഖപ്പെടുത്തണം. എട്ടാമത്തെ പോയിന്റ്, ഡിസ്ചാർജ് സമ്മറിയിലെ കാര്യങ്ങള് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതും ആ ചെക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതും അവരിൽ നിന്ന് സൈൻ വാങ്ങിക്കേണ്ടതും വാർഡ് സിസ്റ്ററാണ്. ഒൻപതാമത്തെ പോയിന്റ്, AMA വാങ്ങി പോകുന്ന പേഷ്യന്റിനെ സംബന്ധിച്ച് അവർക്കുള്ള വരാവുന്ന റിസ്കുകളെ പറ്റിയും കൺസെന്റ് പോളിസിയെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കണം. 10ാമത്തെ പോയിന്റില് ലാമ വാങ്ങിച്ചു പോകുന്നത് ലാമ പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ സൈൻ ഇൻ പേഷ്യന്റ് റെക്കോർഡില് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ 11ാമത്തെ പോയിന്റ്, കാഷ്വാലിറ്റിയിൽ വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരെ OP-യിലേക്ക് റിഫർ ചെയ്യുന്നത് CMO ആണ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ്. 12ാമത്തെ പോയിന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് പ്ലാനിങ് ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്നും അതുവഴി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാമെന്നും ഉറപ്പുവരുത്തുന്നത്. കേട്ടോ? ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, നമുക്കൊരു ഇനി അടുത്തത് ഒരു ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ നോക്കാനുള്ളത്. ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. അതായത് എന്താണ്? ഒരു റിട്ടേൺ ഓർഡർ ആരുടെ നിന്ന് കിട്ടണം? ഡോക്ടറുടെ നിന്ന് നമുക്ക് കിട്ടണം അല്ലെ. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ട് കഴിഞ്ഞാൽ അയാൾ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് എന്ത് വേണം? ഒരു റിട്ടേൺ ഓർഡർ ഡോക്ടർ എഴുതി കൊടുക്കണം. ദെൻ അടുത്തത്, ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്. അതായത് രോഗി ഡിസ്ചാർജ് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ അറിയിക്കണം. രോഗിയുടെ ഡിസ്ചാർജ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ അറിയിക്കണം. ചിലപ്പോൾ അത് ബില്ലിംഗ് സെക്ഷനിലാവാം, അല്ലെങ്കിൽ ഫാർമസിയിലാവാം. അതിലൊക്കെ എന്താ പറയാ, ഇന്ന പേഷ്യന്റ് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോവുകയാണ്, അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറയാം. അല്ലെങ്കിൽ ചില ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ബില്ലിങ്ങും അതുപോലെ ഫാർമസിയും മാത്രമായിരിക്കില്ല വരുന്നത്. ഒരു പേഷ്യന്റിന് ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അവരെ കൂടി എന്ത് ചെയ്യണം? അറിയിക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാണ്, ഒരു പേഷ്യന്റ് പനിയായിട്ടാണ് വരുന്നത്, അഡ്മിറ്റ് ആയിരിക്കുന്നത്. അദ്ദേഹം ജനറൽ വാർഡിലാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അതേസമയം ആ പേഷ്യന്റിന് കിഡ്നി ഫെയിലിയർ വന്നെന്ന് വിചാരിക്കുക. അതായത് കുറെ നാളുകളായിട്ട് കിഡ്നിയുടെ അസുഖമുള്ള പേഷ്യന്റ് ആണ്, മരുന്ന് കഴിക്കുന്ന പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. ഉടനെ തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസ് ആണ് അദ്ദേഹത്തിന് ആവശ്യമായിട്ട് വരിക? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ജനറൽ വാർഡിൽ പനിയായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണ്,
അദ്ദേഹത്തിന് പെട്ടെന്ന് കിഡ്നി ഫെയിലിയർ വരികയാണ്, അല്ലെങ്കിൽ കിഡ്നി പ്രവർത്തിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരികയാണ്. ഓക്കെ, നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തെ കാണിക്കണം അല്ലെ. അവിടെയുള്ള ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ആ രോഗിക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോ അവിടെ നിന്നും എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഡോക്ടറുടെ കയ്യിൽ നിന്നും ഇദ്ദേഹം മരുന്ന് കഴിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഡിസ്ചാർജ് ആകുന്ന ആ ഒരു സമയത്ത് എന്നിരുന്നാലും ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ ആ ഒരു ഡോക്ടറെ എന്തായാലും എന്ത് ചെയ്തിരിക്കണം, ഇൻഫോം ചെയ്തിരിക്കണം. അതായത് ഈ രോഗി ഇങ്ങനെ പോവാണ്, നമ്മളെല്ലാം ഇൻഫോം ചെയ്യുന്നത് അത് ആ വാർഡിന്റെ ഡ്യൂട്ടിയുള്ള ഒരാളാണ് എന്ത് ചെയ്യുക, മറ്റു ഡിപ്പാർട്ട്മെന്റുകളെ ഇൻഫോം ചെയ്യുക. അപ്പൊ അങ്ങനെ ഇൻഫോം ചെയ്യുമ്പോൾ ചിലപ്പോ ഡോക്ടർക്ക് ചിലപ്പോൾ ഒന്നും കൂടി ഇദ്ദേഹത്തിനെ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരും, മരുന്നുകളിൽ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ എന്ത് ചെയ്യുന്നത്, അറിയിക്കും. ഓക്കെ, അടുത്തത് റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻ ആണ്. അതായത് രോഗിക്ക് മരുന്നുകൾ തിരിച്ചു കൊടുക്കുന്നു. അതായത് ഇപ്പോ ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്ത് ചെയ്യാണ്, രാവിലെ ഒരു 9, 10, 11 മണിക്കാണ് ഡോക്ടർ എന്ത് ചെയ്യുന്നത്, റൗണ്ട്സിന് വരുന്നത് അല്ലെ. അതിനു മുമ്പ് വാർഡ് സിസ്റ്റർ അല്ലെങ്കിൽ അവിടെയുള്ള നഴ്സ് നമുക്ക് എന്ത് തന്നിട്ടുണ്ടാകും, ആ ഒരു ദിവസം കഴിക്കേണ്ട മരുന്നുകൾ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടാവും അല്ലെ. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി അങ്ങനെ മരുന്നുകൾ ഉണ്ടാവുമല്ലോ, ആ മെഡിക്കേഷൻസ് നമ്മൾക്ക് അവർ തന്നിട്ടുണ്ടാവും ഓൾറെഡി. രാവിലത്തെ മരുന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഡിസ്ചാർജ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ആ മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവിടെ ആ മരുന്നുകൾ എന്ത് ചെയ്യും, ബാലൻസ് ആകും. ബാക്കിയുള്ള മെഡിക്കേഷൻസ് എന്ത് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യും. അതാണ് എന്ത് പറയുന്നത്, റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഡിസ്ചാർജ് ചെയ്ത ഒരു വ്യക്തിക്ക് അതുവരെ കഴിച്ച മരുന്നുകളായിരിക്കില്ല ചിലപ്പോ ഡോക്ടർ എഴുതി കൊടുക്കുന്നത്, വേറെ പല മരുന്നുകളും ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, ഇപ്പൊ രാവിലെ കഴിച്ചത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, പ്രോബ്ലം ഇല്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള മരുന്നുകളിൽ മാറ്റം വരാം. അപ്പൊ ആ മരുന്നുകളുടെ ആവശ്യം അവിടെ വരുന്നില്ല. റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ് അപ്പോ അവിടെ നടക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്. ഇനി എവിടെയാണ് നടക്കുന്നത്, അതായത് ബിൽ പേയ്മെന്റ് അവിടെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. പേഷ്യന്റിന്റെ ബില്ല് പ്രിപ്പയർ ചെയ്യുന്നു. പേഷ്യന്റ് അന്ന് തുടങ്ങി മെഡിക്കേഷൻസ് അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒരു ഫൈനലൈസ് ആയിട്ടുള്ള ഒരു ബില്ല് അവിടെ റെഡിയാക്കും. അതാണ് പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസില് വരുന്നത് കേട്ടോ. ദെൻ അതിനുശേഷം, അതായത് ബില്ലൊക്കെ പ്രിപ്പയർ ചെയ്തതിനു ശേഷം മോഡ് ഓഫ് പേയ്മെന്റ് ചെക്ക് ചെയ്യുന്നു. മോഡ് ഓഫ് പേയ്മെന്റ് ചിലപ്പോൾ ക്യാഷ് ആകാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് ആകാം അല്ലെ. ക്യാഷ് ഒന്നില്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് പേയ്മെന്റ് അടക്കുന്നു. ഇനിയല്ല, ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇൻഷുറൻസിൽ നിന്ന് തുക എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. എല്ലാവർക്കും ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവും. ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ എത്ര പേർക്കുണ്ട് ഇതിനകത്ത്, ഒന്ന് കമന്റ് ചെയ്ത്, എത്ര പേർക്കുണ്ട് മെഡിക്കൽ ഇൻഷുറൻസ്? ഒരുവിധം എല്ലാവർക്കും ഉണ്ട് അല്ലെ. എല്ലാവരും എന്ത് ചെയ്യുക, മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവരും എടുക്കുക കേട്ടോ. നമുക്കൊരു സേഫ്റ്റിയാണ്, നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു സേഫ്റ്റിയാണ് എന്ത്, മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഇൻഷുറൻസിന്റെ ആ ഒരു ഇത് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസിന്റെ 3-4 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മള് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുവിധം ഇൻഷുറൻസ് ഉണ്ടെന്ന് അറിയാം അല്ലെ. നമ്മൾ ഏത് കമ്പനിയുമായിട്ടാണോ, ഏത് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ അംഗമാകാനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ നമ്മൾ അവിടെ മെമ്പർ ആയി കഴിയുമ്പോൾ അവര് നമുക്കൊരു ഫോം തരും അല്ലെ. ആ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് എന്ത് ചെയ്തിരിക്കണം, രേഖപ്പെടുത്തി കൊടുത്തിരിക്കണം. ഓക്കെ, രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിനകത്ത് അവർ പ്രത്യേകം മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രത്യേകം ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് നിലവില് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നിലവിൽ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് എന്താ പറയാ, ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് അവര് നമ്മൾ ചിലപ്പോ ആ ഒരു ഫോമിലൂടെ, അല്ലെങ്കിൽ ആ ഫോമില് പ്രത്യേക ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അതിനകത്ത് അവിടെ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വിവരം എന്ത് ചെയ്തിരിക്കണം, പ്രത്യേകം അതിനകത്ത് എഴുതിയിരിക്കണം. ഓക്കെ, ഇനി എഴുതിയില്ല എന്ന് വിചാരിക്കുക, എന്താ അവിടെ സംഭവിക്കുക? എനിക്കിപ്പോ ഒരു രോഗമുണ്ട്, ഞാനത് മറച്ചു വെച്ചുകൊണ്ട് ഇൻഷുറൻസ് ചേർന്നു, എന്താ സംഭവിക്കുക? ഒന്ന് കമന്റ് ചെയ്തേ. ക്ലെയിം കിട്ടില്ല. ഓക്കെ, ക്ലെയിം കിട്ടില്ല കേട്ടോ. അതായത് ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന് വിചാരിക്കാം, ഞാൻ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, 1-2 കൊല്ലമായിട്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ വിചാരിക്കാം. ആ ഒരു സമയത്താണ്, അതായത് ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസിൽ അംഗമാകുന്നത്. ഓക്കെ,
അപ്പൊ ഞാൻ പ്രത്യേകം അവിടെ എന്താണ് അവിടെ ചോദ്യത്തിന് ക്വസ്റ്റ്യന് ഞാൻ നോ എന്നാണ് എഴുതിയത്. കാരണം എനിക്കൊരു രോഗവും ഇല്ല, ഞാൻ ഒന്നിലും മരുന്ന് കഴിക്കുന്നില്ല എന്നാണ് എഴുതിയത്. ഓക്കെ, 1-2 വർഷം, അതായത് ഒരു തുക, ഒരു നിശ്ചിത എമൗണ്ട് പ്രീമിയമായി മാസാമാസം അടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻഷുറൻസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെ. 1-2 വർഷം ഞാനിതിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ നെഞ്ചുവേദന വരികയാണ്. ഞാൻ ഉടനെ തന്നെ എന്റെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പൊ അദ്ദേഹം പറയാണ് ധാരാളമായിട്ട് കൊളസ്ട്രോള് ഗുളിക കഴിച്ചിട്ടും കൂടിയും കൊളസ്ട്രോൾ ധാരാളമായിട്ട് നാട്ടിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അതിനെ റിമൂവ് ചെയ്യണം, ഫാറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം, സർജറി പെട്ടെന്ന് ആവശ്യമാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ സർജറിക്ക് വേണ്ടി അപ്പൊ ഞാൻ വിചാരിക്കണം എന്തായാലും പൈസ ഒന്നും അധികം ചെലവാകില്ല, കാരണം എന്താ എനിക്കൊരു ഇൻഷുറൻസ് ഓൾറെഡി ഉണ്ട്, ഒരു മെഡിക്കൽ ഇൻഷുറൻസിൽ ഞാൻ മെമ്പർ ആണ് വിചാരിക്കണം. അങ്ങനെ ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്തു. ഒരു ചെറിയ സർജറി ആയിരുന്നു, ഒരു 80,000 രൂപയെ സർജറിക്ക് ആയുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ ഭയങ്കര ആശ്വാസത്തിലിരിക്കുകയാണ്, കാരണം എന്താ ഇതിന്റെ ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് പോയില്ലല്ലോ, ഇൻഷുറൻസിൽ നിന്ന് കട്ട് ചെയ്യുമല്ലോ. ഓക്കെ, അപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബിൽ പേയ്മെന്റ് വരുമ്പോ ക്യാഷ് ആണോ ഇൻഷുറൻസ് ആണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് ആണെന്ന് പറഞ്ഞു. ഇൻഷുറൻസ് എന്ന് പറഞ്ഞപ്പോ അവര് പറയാണ് ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റ് ആ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ പറയാണ്. ഞാൻ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ചെക്ക് ചെയ്യാണ്. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ, അതായത് കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് സർജറി ആവശ്യമായിട്ട് വന്നത് അല്ലെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇതിനു മുമ്പ്, അതായത് ഇൻഷുറൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ആ കാര്യം ഒളിച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഞാൻ ഇൻഷുറൻസ് ചെയ്യുന്നത്. എന്റെ ക്ലെയിം അവിടെ റിജക്റ്റ് ആവും. എന്ത് ചെയ്യില്ല, എനിക്ക് അവിടെ ക്ലെയിം കിട്ടില്ല. ഞാൻ ഡയറക്റ്റ് ആയിട്ട് എന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും, പൈസ എടുത്ത് കൊടുക്കേണ്ടതായിട്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയാന്ന് വിചാരിക്കാം, ഒരു പേഷ്യന്റിന് ഒരു ആക്സിഡന്റ് പറ്റിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായെന്ന് വരിക. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അർജന്റ് ആയിട്ട് ഒരു സർജറി വേണം എന്ന് പറയാണ്. ഓക്കെ, അതായത് ഒരു എമൗണ്ട് ഇത്തിരി കൂടുതലാണെന്ന് വിചാരിക്കാം, ഒരു 1 lakh above ആവുന്നൊക്കെ വിചാരിക്കുക. അവര് പറയാണ് ഇത്ര രൂപയാവുമെന്ന് പറയാണ്. അപ്പോ പെട്ടെന്ന് തന്നെ ഫാമിലി, അതായത് പേഷ്യന്റ് ചിലപ്പോ അയാൾ കോൺഷ്യസ് ആയിരിക്കില്ല, റിലേറ്റീവ്സ് പറയാണ് പേഷ്യന്റ് ഇൻഷുറൻസ് ഉണ്ട്, ഉടനെ തന്നെ എന്ത് ചെയ്യാം, സർജറിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, അപ്പോ ഈ ഒരു സമയത്ത്, അതായത് പേഷ്യന്റിനെ അവിടെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റ്സ് ഹാജരാക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകില്ല. അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ 1 ലക്ഷത്തിന് മേലെയുള്ള എമൗണ്ട് നമ്മൾ അവിടെ കെട്ടിവെക്കേണ്ടതായിട്ട് വരില്ല. 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്താൽ മതി, ആ ഡോക്യുമെന്റ്സ് അവിടെ ഹാജരാക്കിയാൽ മതി. ഓക്കെ, ഇനി 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഡോക്യുമെന്റ്സ് ഹാജരാക്കാൻ പറ്റിയില്ലെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് കാരണം ചിലപ്പോൾ എന്തെങ്കിലും രോഗിയുടെ സ്ഥലം കുറച്ച് അകലെയാണെങ്കിലോ, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എടുക്കാൻ കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത്, അതായത് ഡയറക്റ്റ് ആയിട്ട് പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നു, സർജറിക്ക് വേണ്ടിയിട്ടുള്ള 1 ലക്ഷത്തിന് മീതെയുള്ള പൈസ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 1.5 ലക്ഷമാണെന്ന് ഇരിക്കുക സർജറിക്ക് വേണ്ടിയിട്ടുള്ളത്, അതായത് മേജർ ആയിട്ടൊരു സർജറിയാണ്. 1.5 ലക്ഷം രൂപ അവിടെ എന്താ പറയാ നമ്മൾ അവിടെ കെട്ടിവെക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു 35 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും, അതായത് ആ ഒരു നമ്മൾ എത്രയാണോ ആ ഹോസ്പിറ്റലിൽ അടച്ച പൈസ അത് നമുക്ക് തിരിച്ച് ലഭിക്കുന്നതാണ്. ഓക്കെ, 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കാൻ സാധിച്ചെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പൈസ കെട്ടേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം പൈസ കെട്ടണം. ദെൻ നമുക്കൊരു 35 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും, ആ പൈസ നമുക്ക് റിട്ടേൺ ലഭിക്കും. ഓക്കെ, അതാണ് ഒരു ഫാക്ട്. ദെൻ വേറൊരു ഫാക്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് എംപ്ലോയീസിന് എന്താ പറയാ മെഡിസിപ്പ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അതിനകത്താണ് അവരുടെ എല്ലാ കാര്യങ്ങളും വരിക. അതായത് ഗവൺമെന്റ് എംപ്ലോയീസിനുള്ള ആ ഒരു എംപ്ലോയിക്ക് മാത്രമല്ല, അവരുടെ ഫാമിലിയിലുള്ള, ഇപ്പൊ ഹസ്ബൻഡ്, ഇപ്പൊ വൈഫിനാണ് ഗവൺമെന്റ് ജോലി ഉള്ളതെങ്കിൽ അവരുടെ ഹസ്ബൻഡ്, ദെൻ അവരുടെ മക്കള്, പ്രായമായിട്ടുള്ള അച്ഛനമ്മമാര്, അതൊക്കെ എന്തിൽ വരും, ഈ മെഡിസിപ്പ് എന്ന് പറയുന്ന ആ ഒരു ക്ലെയിം, ആ ഒരു കവറേജിൽ വരുന്നതായിരിക്കും. കൂടാതെ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടുള്ള ഒരു യുവതിക്ക് ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയുടെ 1 വയസ്സ് വരെയുള്ള ചികിത്സാ ചെലവുകൾ ഈ മെഡിസിപ്പ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ കാഷ്വാലിറ്റിയിൽ ഒരു ദിവസമാണെങ്കിൽ 2500 രൂപ, റൂമിലാണെങ്കിൽ 4000 രൂപ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കവറേജ് ഗവൺമെന്റ് കൊടുക്കുന്നത്. ഇനി ആ ഒരു പ്രത്യേക ഇതിൽ പറഞ്ഞിട്ടുണ്ടാകും, അതല്ല ഇത്
ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് പ്രോഗ്രാമിൽ മാത്രമല്ല കേട്ടോ, എല്ലാ ഇൻഷുറൻസ് കമ്പനിയും പറയുന്ന ഒന്നാണ്. അതായത് ഇന്നത്രയും രൂപ, ഇപ്പൊ ഒരു ദിവസം ഇപ്പൊ 2500 രൂപയാണ് ഒരു റൂമിന്റെ പേയ്മെന്റ് പറയുന്നതെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാവാനായിട്ട് പാടുള്ളതല്ല. ഇപ്പൊ ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്നു, എനിക്കൊരു ഇതായിട്ട് ചെന്നിട്ട് ഞാൻ അവിടെ അഡ്മിറ്റ് ആവാണ്, റൂമാണ് എനിക്ക് ആവശ്യമായിട്ട് വരുന്നത്, എനിക്ക് ഓൾറെഡി ഇൻഷുറൻസ് ഉള്ള വ്യക്തിയാണ്. റൂം പേയ്മെന്റ് എന്ന് പറയുന്നത് പെർ ഡേ 4000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവര് പറയുന്ന ഇൻഷുറൻസ്, അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് പെർ ഡേ 2500 ആവാനേ പാടുള്ളൂ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഷുറൻസ് കിട്ടോ? അങ്ങനെ വരുമ്പോൾ പേയ്മെന്റ് എങ്ങനെയാ നടക്കുക? ഇൻഷുറൻസ് നമുക്ക് കിട്ടും. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, ഇൻഷുറൻസ് നമുക്ക് എന്തായാലും കിട്ടും. പക്ഷേ 2500 രൂപയാണ് അവർ റൂം പേയ്മെന്റിന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, നമുക്ക് 4000 ആണ് ആയിട്ടുള്ളതെങ്കിൽ 2500 രൂപ അവരെടുക്കും, ബാക്കി 1500 രൂപ നമ്മുടെ നിന്ന് പോകും. അങ്ങനെയാണ് എന്ത് കിടക്കുക? ആ ഇൻഷുറൻസിന്റെ ക്ലെയിം നമുക്ക് കിട്ടുക. നമ്മുടെ നിന്ന് കാശ് പോകും കേട്ടോ. ഇൻഷുറൻസുകാര് ഇത്ര രൂപ വെച്ചിട്ടായിരിക്കും ഓരോന്നിന് അവര് ഓരോരോ പോളിസി വെച്ചിട്ടുണ്ട്, അതനുസരിച്ചിട്ടായിരിക്കും നടക്കുന്നത്. അതുകൂടാതെ ചില ഇൻഷുറൻസ് കമ്പനികള് ചില ഹോസ്പിറ്റലായിട്ട് മാത്രമേ ടൈപ്പ് ആവുള്ളൂ. എല്ലാ ഹോസ്പിറ്റലുമായിട്ട് ചിലപ്പോൾ ടൈപ്പ് ആവില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം അവരോട് ചോദിച്ച് മനസ്സിലാക്കണം ഏതൊക്കെ ഹോസ്പിറ്റലുകളിലാണ് ഈ ഒരു ഇൻഷുറൻസിന്റെ കവറേജ് ഉള്ളത്. എപ്പോഴും നമ്മള് നമ്മുടെ സിറ്റിക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ഏതാണ് അതിനുള്ളിലെ ഹോസ്പിറ്റലിൽ ഉള്ള, അതായത് ഏത് ഇൻഷുറൻസ് കമ്പനി ഏത് ഹോസ്പിറ്റലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ജില്ലക്കുള്ളിൽ ഉള്ളതാണെങ്കിൽ അത് തന്നെ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചില ഇൻഷുറൻസ് ഒക്കെ മറ്റ് ജില്ലകളിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ചിലപ്പോ ഇപ്പൊ എറണാകുളത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇൻഷുറൻസ് കവറേജിന്റെ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കണ്ണൂരായിരിക്കാം അല്ലെങ്കിൽ കോഴിക്കോടായിരിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? പെട്ടെന്ന് അടിയന്തരമായിട്ടൊരു ആവശ്യം നമുക്ക് വന്നു, നമ്മൾ അവിടെ വരെ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലേ? അപ്പൊ അതൊക്കെ പ്രത്യേകിച്ചും ചെക്ക് ചെയ്തിട്ട് വേണം നമ്മള് ഇൻഷുറൻസിന്റെ ഫോമില് സൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അതുപോലെ വേറെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ചില കേസിൽ നമുക്ക് ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടില്ല. ആ കേസ് എന്ന് പറയുന്നത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്പോർട്സ്, അതായത് ഇപ്പൊ അഡ്വഞ്ചറസ് ആയിട്ടുള്ള, അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർ റേസിംഗ്, അതൊരു അഡ്വഞ്ചറസ് സ്പോർട്സ് ആണ് അല്ലെ. അതിനകത്ത് നമ്മൾ പങ്കെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? അവിടെ ഇൻഷുറൻസിന്റെ ക്ലെയിം നമുക്ക് കിട്ടില്ല. നമ്മൾക്ക് ഇൻഷുറൻസിന്റെ ക്ലെയിം, അതായത് നമ്മൾ ഓൾറെഡി ഇൻഷുറൻസ് ഉള്ള വ്യക്തിയാണ്, നമ്മൾ ഈ അഡ്വഞ്ചറസ് സ്പോർട്സിൽ പങ്കെടുക്കുവാണെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് ക്ലെയിം കിട്ടില്ല. അതൊരു കാരണം. രണ്ടാമത്തത് നർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട്, മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട്, ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ അതെന്തിൽ വരില്ല? ഇൻഷുറൻസിന്റെ ക്ലെയിം നമുക്ക് അതിലും കിട്ടില്ല. നർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിലാണ് വരിക. ദെൻ മൂന്നാമത്തേതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സർജറിയാണ്. അതായത് നമ്മുടെ മുഖം ഒന്ന് നന്നാക്കാം, നല്ല ഭംഗിയുള്ള ഫേസ് ആക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്യുവാണെങ്കിൽ അതും എന്തിന്റെ അണ്ടറിൽ വരില്ല? ഇൻഷുറൻസിന്റെ ക്ലെയിം അതിലും ലഭിക്കില്ല. പിന്നെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് റൂട്ട് കനാലാണ്. അതായത് നമ്മുടെ പല്ലൊക്കെ ഒന്ന് ഭംഗിയാക്കാം, നല്ല വടിവത്ത പല്ലുകളൊക്കെ ആക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് റൂട്ട് കനാൽ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടില്ല? ക്ലെയിം കിട്ടില്ല. എന്നാൽ ആക്സിഡന്റ് പറ്റി നമ്മുടെ പല്ല് ഡാമേജ് ആയിട്ട് അതിന് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടും? ക്ലെയിം കിട്ടും. രണ്ട് സിറ്റുവേഷനിൽ, ഒന്ന് സാധാ ഒരു റൂട്ട് കനാൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടില്ല. എന്നാൽ ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റി റൂട്ട് കനാൽ ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് കിട്ടും? ക്ലെയിം കിട്ടുന്നതായിരിക്കും. ഇത്രയുമാണ് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, അതിൽ കൂടുതൽ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരും കേട്ടോ എന്തൊക്കെയാണ്. ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് അതായിരുന്നു മോഡ് ഓഫ് പേയ്മെന്റ് ചെക്ക് ചെയ്യാണ്. ഒന്നിലേക്ക് അത് ക്യാഷ് ആകാം അല്ലെങ്കിൽ ഇൻഷുറൻസ് ആകാം. ദെൻ അടുത്തത് വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഇഫ് എനി. ഇനി ഇൻഷുറൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഡോക്യുമെന്റ്സ് നമ്മൾ അവിടെ ഹാജരാക്കുമല്ലോ. അതായത് എല്ലാ ഹോസ്പിറ്റലുകളിലും ആ ഹോസ്പിറ്റലിൽ ടൈപ്പ് ആവുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഓഫീസ് ഉണ്ടാവും. അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് കാണാം. അവരുടെ അടുത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഇനി
ഈ ഡോക്യുമെന്റ്സ് നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ അവരെ വെരിഫൈ ചെയ്യുന്നു. അതായത് ഈ രോഗം, അതായത് ഇപ്പൊ മുമ്പ് രോഗം ഉണ്ടായിരുന്ന ആളാണോ, അല്ലെങ്കിൽ ഇൻഷുറൻസിന് ചേർന്നതിന് ശേഷമാണ് അയാൾക്ക് രോഗം വന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടോട്ടൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലെയിം പാസ്സാകുന്നത്. ദെൻ അതിനുശേഷം ഇൻഫോം വാട്ട്സ് ടു പേ ദ ബിൽ ബൈ പേഷ്യന്റ്. അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇനി ക്യാഷ് അടക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ സിസ്റ്ററിനോട് ഇൻഫോം ചെയ്യാനായിട്ട് പറയുന്നു. സിസ്റ്റർ ആണ് വന്ന് എന്ത് ചെയ്യുന്നത്, പേഷ്യന്റിനോട് ഇൻഫോം ചെയ്യുന്നത് പോയി ക്യാഷ് അടക്കാനായിട്ട്. ബില്ല് റെഡി ആയിട്ടുണ്ട് താഴെ, നിങ്ങൾ പോയി ക്യാഷ് അടക്കും എന്ന് പറയും. ഇനി ഇൻഷുറൻസ് ഉള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യും, ചെല്ലാനായിട്ട് പറയും അല്ലെ, സൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടാകും. അപ്പോ താഴേക്ക്, അതായത് ബില്ലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് താഴേക്ക് ചെല്ലാനായിട്ട് എന്ത് ചെയ്യുന്നു, ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുശേഷം സെറ്റിൽമെന്റ് ഓഫ് ബില്ല് സെറ്റിൽ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എന്താ നടക്കുന്നത്, കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻസ്. അതായത് മെഡിക്കേഷൻസ്, രോഗി വീട്ടിൽ ചെന്നാൽ കഴിക്കേണ്ട മരുന്നുകളുടെ കളക്ഷൻ, അതായത് മരുന്നുകൾ എന്ത് ചെയ്യുന്നു, ഫാർമസിയിൽ നിന്ന് പേഷ്യന്റ് കളക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം കളക്ട് ചെയ്തതിനു ശേഷം എന്താ വരുന്നത്, എക്സ്പ്ലെയിൻ മെഡിക്കേഷൻസ് ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. ആ ഒരു മരുന്നുകളെ കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് ഇന്ന മരുന്നുകൾ ഇന്ന നേരമാണ് കഴിക്കേണ്ടത്, ഇത്ര അല്ലെങ്കിൽ എന്താ പറയാ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഫുഡ് കഴിക്കണം, ഫുഡിന് മുമ്പ് മരുന്ന് കഴിക്കേണ്ടതുണ്ട്, ഫുഡിന് ശേഷം മരുന്ന് കഴിക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കൂടാതെ ഡിസ്ചാർജ് സമ്മറി മെഡിക്കേഷൻസിന്റെ കൂടെ രോഗിക്ക് കൊടുക്കുന്നു. ആ മരുന്നുകളുടെ കൂടെ എന്ത് കിട്ടും, അവരവിടെ ഡിസ്ചാർജ് സമ്മറി അവിടെ വെക്കില്ല, രോഗികൾക്ക് എന്ത് ചെയ്യും, കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് നീഡഡ്. ഓക്കെ, ഇനി ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമില്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ, ഇപ്പൊ വെഹിക്കിളൊക്കെ ഇല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു, വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി റെഡിയാക്കി കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് പേഷ്യൻസ് ഫ്രം HIS. അതായത് ഡിസ്ചാർജിന്റെ ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം പേഷ്യന്റിനെ HIS നിന്ന് റിമൂവ് ചെയ്യുന്നു. HIS എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്, HIS എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റലിന്റെ സോഫ്റ്റ്വെയർ ആണ്, രോഗികളുടെ വിവരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ഇപ്പൊ ഡിസ്ചാർജ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഡിസ്ചാർജ് ആയിന്ന് അവിടെ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ അവിടെ എന്താ പറയാ, പ്രത്യേകം അത് ടൈപ്പ് ചെയ്ത് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുകയും, കൂടാതെ HIS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് ഡിസ്ചാർജ് ആയ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഒരു ഡിസ്ചാർജ് പ്രൊസീജിയറിന്റെ ആ ഒരു ദിവസം. ഇപ്പൊ രോഗി ഇന്നാണ് ഡിസ്ചാർജ് കൊടുക്കുന്നതെങ്കിൽ സ്റ്റാർട്ടിങ് തുടങ്ങി, അതായത് ഡോക്ടർ എഴുതുന്നത് വരെ തുടങ്ങി രോഗി പോകുന്നത് വരെയുള്ള കാര്യങ്ങളാണ് എന്തിൽ കൊടുത്തിരിക്കുന്നത്, ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ, ഫ്ലോ ചാർട്ട് ക്ലിയർ ആണോ? ഓക്കെ, ഒന്നും കൂടി നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി കേട്ടോ, ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. നിങ്ങളായിട്ട് തന്നെ ഒന്ന് ഇമാജിൻ ചെയ്യരുത്. അതായത് നിങ്ങളാണ് ഈ ഒരു ഡിസ്ചാർജ് പ്രോസസ്സ്, നിങ്ങളാണ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്, റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. നിങ്ങളുടെ അടുത്ത് ഡോക്ടർ വരുന്നു, ഡിസ്ചാർജ് ചെയ്ത് തരുന്നു. ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ അറിയിക്കുന്നു. അത് ഡോക്ടർ ആയിരിക്കണം എന്നില്ല കേട്ടോ അറിയിക്കുന്നത്, നഴ്സാണ് അറിയിക്കുന്നത് കേട്ടോ. ദെൻ റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻ, മരുന്നുകൾ റിട്ടേൺ ചെയ്യുന്നു. ദെൻ പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്, ബില്ലുകൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, ക്യാഷ് ഓർ ഇൻഷുറൻസ് ആണെന്ന് നോക്കുന്നു. ദെൻ അതിന്റെ വെരിഫിക്കേഷൻ നടത്തുന്നു. അതിനുശേഷം ബില്ല് പേ ചെയ്യാനായിട്ട് പേഷ്യന്റ് ഇൻഫോം ചെയ്യാനായിട്ട് പറയുന്നു. ദെൻ ബില്ല് പേ ചെയ്യുന്നു. അതിനുശേഷം ഫാർമസിയിലേക്ക് പോകുന്നു, മരുന്ന് കളക്ട് ചെയ്യുന്നു. അവിടെ ഫാർമസിസ്റ്റ് മെഡിക്കേഷൻസിന്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കൂടാതെ ഡിസ്ചാർജ് സമ്മറി നമ്മുടെ ഹാൻഡിൽ തരുന്നു, നമ്മുടെ കയ്യിൽ തരുന്നു. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യുന്നു. ലാസ്റ്റ് വൺ, HIS നിന്ന് നമ്മളെ റിമൂവ് ചെയ്യുന്നു. HIS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞോട്ടെ, അടുത്തത് പറഞ്ഞോട്ടെ, വാട്ട് ഈസ് എ ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞോട്ടെ. ഓക്കെ,
ഇപ്പൊ കുറെ ആയി നമ്മള് ഡിസ്ചാർജ് സമ്മറി ഇങ്ങനെ കേൾക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഡിസ്ചാർജ് സമ്മറി നോക്കാം. A discharge summary is a clinical report prepared by a health professional at the conclusion of a hospital stay. It is often the primary mode of communication between the hospital care team and aftercare providers. Discharge summary എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. വാട്ട് ഈസ് എ ഡിസ്ചാർജ് സമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇറ്റ്സ് എ ക്ലിനിക്കൽ റിപ്പോർട്ട് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം. ഓക്കെ, അതുകൂടാതെ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, ഈ ഒരു ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യുന്നത് ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. ഹെൽത്ത് പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഡോക്ടറെയാണ് പറയുന്നത് കേട്ടോ. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഫിസിഷ്യൻ ആണ് ആര്, ഈ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ, എപ്പോഴാണ് ഡിസ്ചാർജ് സമ്മറി റെഡിയാക്കുന്നത്? ഹോസ്പിറ്റലിന്റെ ലാസ്റ്റത്തെ ദിവസം, കൺക്ലൂഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ, ആ ഒരു ഡേയിലാണ് എന്ത് റെഡിയാക്കുന്നത്? ഡിസ്ചാർജ് സമ്മറി റെഡിയാക്കുന്നത്. ഇറ്റ് ഈസ് ഓഫൺ ദ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതൊരു പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരാശയവിനിമയത്തിനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ഉപാധിയാണ്. ആര് തമ്മിലുള്ള? ബിറ്റ്വീൻ ഹോസ്പിറ്റൽ കെയർ ടീം ആൻഡ് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ്. ഹോസ്പിറ്റൽ കെയർ ടീം എന്ന് പറയുന്നത് ഡോക്ടർ, നഴ്സ്, അങ്ങനെയുള്ള ആ ഒരു ടീമിനെയാണ് ഇത് പറയുന്നത് ഹോസ്പിറ്റൽ കെയർ ടീം എന്ന് പറയുന്നത്. ഇനി വേറൊരു കൂട്ടരെയും കൂടി ഇവിടെ പരാമർശിച്ചിട്ടുണ്ടല്ലോ. ആരാണ്? ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ്. ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് രോഗിയെ വീട്ടിൽ ചെന്നാല് നോക്കുന്ന അല്ലെങ്കിൽ അയാളെ ശുശ്രൂഷിക്കുന്ന ആള് ആരാണോ ആ വ്യക്തിയാണ് ഇത് പറയുന്നത് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ചില കേസിൽ ഭൂരിഭാഗം മെജോറിറ്റിയും കണ്ടുവരുന്നത് പേഷ്യന്റ് റിലേറ്റീവ്സ് തന്നെയാണ് രോഗിയെ പരിചരിക്കാറുള്ളത് അല്ലെ, അവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാറുള്ളത്. എന്നാൽ ചില കേസുകളിൽ റിലേറ്റീവ്സ് ഇല്ലാത്ത പേഷ്യൻസ് ഉണ്ടാകാം. അവരെ ആരാ നോക്കുക? ഹോം നേഴ്സ് ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, അപ്പൊ അവരെ എന്ത് പറയാ? ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോ ഈ ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സും ഹോസ്പിറ്റൽ കെയർ ടീമും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത് പറയുന്നത്? ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. അതായത് ഹോസ്പിറ്റൽ കെയർ ടീമിന് പറയാനുള്ള കാര്യങ്ങൾ ആരിലൂടെയാണ് പ്രാവർത്തികമാക്കുന്നത്? ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സിലൂടെയാണ് പ്രാവർത്തികമാക്കുന്നത്. അത് നടത്തുന്നത് എന്തിലൂടെയാണ്? ഡിസ്ചാർജ് സമ്മറിയിലാണ് ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എഴുതിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ കാണുമ്പോഴാണ് വീട്ടിൽ ചെന്നാല് അല്ലെങ്കിൽ ഇത് വായിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതിൽ ഇന്ന കാര്യങ്ങളാണ് പരാമർശിച്ചിട്ടുള്ളത് എന്ന് വെച്ചിട്ട് എന്ത് കൊടുക്കുന്നത്? രോഗിക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് പല ചോദ്യങ്ങളും ഉണ്ടായേക്കാം അല്ലെ. വാട്ട് ഈസ് ഡിസ്ചാർജ് സമ്മറി എന്ന് ചോദിച്ചാല് ഇറ്റ്സ് എ ക്ലിനിക്കൽ റിപ്പോർട്ട്. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത് ചോദിച്ചാല് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്, അല്ലെങ്കിൽ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഫിസിഷ്യൻ ആണ്. ഇനി എപ്പോഴാണ് ഇത് കൊടുക്കുന്നത്? കൺക്ലൂഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ, അതായത് ഹോസ്പിറ്റൽ സ്റ്റേയിലെ ലാസ്റ്റ് ഡേ ആണ് ഈ ഡിസ്ചാർജ് സമ്മറി ഒരുക്കി കൊടുക്കുക. പിന്നെ ഇറ്റ്സ് എ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ between the hospital care team and after care providers. Okay. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയില് ഉള്ളത് നോക്കാം. The discharge summary shall include the reason for admission, significant findings, diagnosis and patient condition at discharge. അതായത് അഡ്മിഷൻ ഉള്ള റീസൺ, രോഗിയെ എന്ത് കാരണം കൊണ്ടാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്, ആ ഒരു റീസൺ ഡിസ്ചാർജ് സമ്മറിയില് എഴുതിയിട്ടുണ്ടാകണം. സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, രോഗി വരുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അതിനെയാണ് എന്ത് പറയുന്നത്? സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്തിരിക്കണം? ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയില് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ അടുത്തത് ഡയഗ്നോസിസ് ആണ്. ഡയഗ്നോസിസ് എന്ന് പറയുന്നത് രോഗനിർണയം, അതായത് എന്തൊക്കെ ഡയഗ്നോസിസ്, ഇപ്പൊ എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് രോഗിയുടെ രോഗം കണ്ടുപിടിച്ചിട്ടുള്ളത്, ആ ഒരു കാരണം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. ഇപ്പൊ രോഗി വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വിറവൽ ഉണ്ടായെന്ന് വിചാരിക്കാം, പെട്ടെന്ന് തന്നെ തെർമോമീറ്റർ വെച്ചിട്ട് രോഗിയുടെ ടെമ്പറേച്ചർ ഒന്ന് കൗണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് മെഷർ ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ തെർമോമീറ്ററിൽ എത്രയാണ് രോഗിയുടെ ആ ഒരു ടെമ്പറേച്ചർ കാണിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോ 100 എബോവ് ആണെങ്കിൽ ആ ഒരു വിവരം എന്ത് ചെയ്യണം? അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ 99 ഡിഗ്രി ആണെങ്കിൽ അതെന്ത് ചെയ്യണം? കൃത്യമായിട്ട്
ആ ഒരു ടൈം എപ്പോഴാണ് രോഗിക്ക് ആ ഒരു മെഷർമെന്റ് നടത്തി ആ ഒരു ഇതെടുത്തത്, ആ ഒരു സമയവും കൂടി അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഡിസ്ചാർജിന്റെ സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് രേഖപ്പെടുത്തിയിരിക്കണം. അഡ്മിഷൻ സമയത്തല്ല കേട്ടോ, ഡിസ്ചാർജ് സമയത്ത്. ഓക്കെ. അഡ്മിഷന്റെ റീസൺ എഴുതിയിരിക്കണം. അതുപോലെ തന്നെ പേഷ്യന്റ് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ചില പേഷ്യന്റ് നല്ല രീതിയിൽ അല്ല എന്താ പറയാ ബെറ്റർ ആയിട്ടായിരിക്കും പോവുക, സ്റ്റേബിൾ ആയിട്ടുണ്ടാവും. ചില പേഷ്യൻസ് മീഡിയം ആയിരിക്കും, ആവറേജ് ആയിരിക്കും, അധികം അങ്ങോട്ട് സുഖമായിട്ടുണ്ടാവില്ല. ചില പേഷ്യൻസ് ചിലപ്പോൾ ട്രാൻസ്ഫർ വാങ്ങി പോകുന്നതായിരിക്കാം. ഓക്കെ. അല്ലെങ്കിൽ ഡോക്ടർ വിടുന്നതായിരിക്കാം. അപ്പോ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ കണ്ടീഷൻസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ. ദെൻ അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്, ലബോറട്ടറി റിസൾട്ട്. ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞാല് എന്താണ്, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായി അല്ലെ, എല്ലാത്തരം ടെസ്റ്റുകളും മറ്റും നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് എന്ന് പറയുന്നത്. അതിപ്പോ ബ്ലഡ് ടെസ്റ്റ് ആവാം, അല്ലെങ്കിൽ എക്സ്റേ ആവാം, MRI ആവാം. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കണം. ആ ടെസ്റ്റിന്റെ റിസൾട്ടുകൾ കൃത്യമായിട്ടും അടയാളപ്പെടുത്തിയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, ദ മെഡിക്കേഷൻസ് ഗിവൺ ആൻഡ് ദ പ്രൊസീജിയേഴ്സ് ഡൺ ഇഫ് എനി. അതുപോലെ തന്നെ മെഡിക്കേഷൻസിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, എന്തൊക്കെ മരുന്നുകളാണ് രോഗിക്ക് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്, അതിന്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഫോളോ അപ്പ് അഡ്വൈസ്, രോഗി വീട്ടിൽ ചെന്നാല് പാലിക്കേണ്ട ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ. ഫുഡിൽ മാറ്റം വരുത്താനുണ്ടാകും, അതുപോലെ എക്സസൈസ് ചെയ്യാനുണ്ടാവും. ചില പേഷ്യൻസിനാണെങ്കിൽ ഫിസിയോതെറാപ്പി പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിലാ വരിക, ഫോളോ അപ്പ് അഡ്വൈസിലാണ് വരിക. ഓക്കെ. നെക്സ്റ്റ് വൺ, medications and other instructions and how to obtain urgent care in an understandable manner. അതുപോലെ തന്നെ ഈ രോഗിക്ക് മെഡിക്കേഷൻസ് കൊടുത്താലും അതുപോലെ തന്നെ വീട്ടിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും എങ്ങനെ, അതായത് അതിലും വലുതായിട്ട് ആ രോഗിയെ നല്ല രീതിയിൽ കെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ആ കെയറിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ് വ്യക്തമായിട്ട് ആ ഒരു ഡിസ്ചാർജ് സമ്മറിയില് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഡിസ്ചാർജ് സമ്മറിയിൽ വരുന്നത് കേട്ടോ. ദ റീസൺ ഫോർ അഡ്മിഷൻ, സിഗ്നിഫിക്കന്റ് ഫൈൻഡിംഗ്സ്, ഡയഗ്നോസിസ് ആൻഡ് പേഷ്യന്റ് കണ്ടീഷൻ അറ്റ് ഡിസ്ചാർജ്, ദ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്, ലബോറട്ടറി റിസൾട്ട്, the medications given and the procedure done if any, follow-up advice, medications and other instructions and how to obtain urgent care in an understandable manner. Clear ആണോ? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഹലോ പറഞ്ഞോളൂ. മാം, അതെ മാം ഡിസ്ചാർജ് ഫ്ലോ ചാർട്ട് പറഞ്ഞല്ലോ, പ്രോസസ് ഫ്ലോ ചാർട്ട് പറഞ്ഞല്ലോ. അതില് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞപ്പോ റൂട്ട് കനാലിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് ക്ലെയിം കിട്ടില്ല റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ ഈ റൂട്ട് കനാൽ എന്ന് പറയുന്നത് നമ്മളുടെ പല്ലിന് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോഴാണല്ലോ റൂട്ട് കനാൽ ചെയ്യുന്നത്. പല്ല് കംപ്ലൈന്റ് തീരെ ഡാമേജ് വരുമ്പോഴാണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ക്ലെയിം കിട്ടില്ല എന്ന് പറഞ്ഞത്? അതായത് ക്ലെയിം കിട്ടില്ല എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ റൂട്ട് കനാൽ ചെയ്യുകയാണെങ്കിൽ ക്ലെയിം കിട്ടില്ല. ആക്സിഡന്റ് പറ്റി നമ്മുടെ പല്ല് ഡാമേജ് ആവുകയാണെങ്കിൽ ക്ലെയിം കിട്ടും. അതാ പറഞ്ഞു. സാധാരണ റൂട്ട് കനാൽ ചെയ്യാണ്, അതായത് ഡോക്ടർ നമ്മളോട് പറയണത്, സാധാരണ നമ്മളൊരു കൺസൾട്ടേഷൻ നടത്തി പല്ലിന് എന്തെങ്കിലും നമുക്ക് കംപ്ലൈന്റ് ഉണ്ട്, റൂട്ട് കനാൽ ചെയ്യണം എന്ന് ഡോക്ടർ എന്തായാലും സാധാരണ കൺസൾട്ടേഷനിലൂടെ പറയുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ക്ലെയിം കിട്ടില്ല. പക്ഷെ അപകടം പറ്റിയിട്ട് ഭയങ്കര രീതിയിൽ പല ഡാമേജും ആണെങ്കിൽ അതിന് നമുക്ക് ആ ഒരു അപകടം കാരണം കാണിച്ചുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം നേടാം, അല്ലാതെ കിട്ടില്ല. ഓക്കെ ഓക്കെ. നെക്സ്റ്റ്, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആക്സിഡന്റ് പറ്റി ഫേസിന് എല്ലാം പറ്റിയാല് അത് ആക്സിഡന്റ് ക്ലെയിം കവറേജിൽ വരും. അപ്പൊ എനിക്ക് തോന്നുന്നത് ശരിയാവുമെന്ന് തോന്നുന്നു. അല്ലാതെ ഒരു പ്ലാസ്റ്റിക് സർജറി നമുക്ക് നേരിപ്പോ മാട്രസ് ഒക്കെ ചെയ്യുന്നില്ലേ,
എന്താണ് അവരുടെ മൂക്ക് ശരിയാക്കുക, ചുണ്ട് ശരിയാക്കുക, അങ്ങനെയൊക്കെ പോയി ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് വരില്ല, അത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരില്ല. മേ ബി ചിലപ്പോ ഇത് പറഞ്ഞ പോലെ ഇത് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ആക്സിഡന്റ് പറ്റി നമ്മുടെ മുഖത്തിന് എന്തെങ്കിലും അപാകതകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനകത്ത് ക്ലെയിം കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അൺഎക്സ്പെക്ടഡ് കിട്ടും. ഓക്കെ. ഫ്ലോ ചാർട്ടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, അല്ലെങ്കിൽ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടോ ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾക്കിപ്പോ കണ്ണിനുള്ള സർജറി, അതായത് തിമിരം പോലുള്ള സർജറീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് സർജറിയൊക്കെ നടത്തുമല്ലോ. ഇപ്പൊ വെള്ളെഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയൊക്കെ സർജറീസ് ഒക്കെ നടത്തുമ്പോൾ ആ ഒരു ക്ലെയിം കിട്ടാനായിട്ട് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആകും. അങ്ങനെയുള്ള സർജറീസിനാണെങ്കിൽ കുറച്ച് എന്ത് ചെയ്യും, ലേറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മളിപ്പോ പ്ലാൻ ചെയ്ത് പോവാണെന്ന് വിചാരിക്കും. ഇപ്പൊ ഒരാഴ്ച നേരത്തെ ഒരു ഡോക്ടർ ഒരു സർജറി പറഞ്ഞിട്ടുണ്ട്, അതിന് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം, അതായത് ചിലപ്പോ ഒരാഴ്ച ചിലപ്പോ അവിടെ കിടക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഒരാഴ്ചക്ക് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ അഡ്മിറ്റ് ആവാനായിട്ട് നോക്കും അല്ലെ. അഡ്മിറ്റ് ആകുമ്പോൾ നമ്മൾ ഇൻഷുറൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ആ ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ ആ ഒരു ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റ്സ് ആ ഒരു ഓഫീസിൽ ഹാജരാക്കിയാൽ മതി. പിന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെ ഒരു സർജറി പറഞ്ഞിട്ടുണ്ട്, അപ്പോ അത് പെട്ടെന്ന് ഫാസ്റ്റ് ആക്കാനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ അവർ ചെയ്യുന്നതായിരിക്കും. ആ ഒരു സമയം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അങ്ങനെയും ഉണ്ട്. പിന്നെ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കാര്യം പറഞ്ഞതില് അതിനകത്ത് പറയാനുള്ളത്, മെഡിസിപ്പ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ്. അതുകൂടാതെ അവരുടെ ഇൻഷുറൻസ് അതായത് ഇപ്പോ ഹസ്ബൻഡ് ആണ് ഗവൺമെന്റ് എംപ്ലോയി എങ്കിൽ ഭാര്യക്ക്, ദെൻ അവരുടെ മക്കൾക്ക്, ദെൻ ഹസ്ബൻഡിന്റെ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാർക്ക്. ഓക്കെ. ഇനി ഭാര്യയാണ് വൈഫാണ് ഗവൺമെന്റ് എംപ്ലോയി എങ്കിൽ ഹസ്ബൻഡ്, അതായത് അവരുടെ ഭർത്താവ്, പിന്നെ അവരുടെ മക്കള്, പിന്നെ ഈ ഗവൺമെന്റ് എംപ്ലോയിയുടെ, അതായത് ഈ വൈഫിന്റെ പ്രായമായിട്ടുള്ള അച്ഛൻ, അമ്മ. ഓക്കെ. പ്രായമായിട്ടുള്ള എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതായത് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് 60 വയസ്സിന് അബോവ് ആയിരിക്കണം എന്നുള്ള പ്രത്യേക പരാമർശനമുണ്ട്. അതായത് ചെറുപ്പക്കാർ, അതായത് കുറച്ച് 60 വയസ്സിന് മേലുള്ളവരെയാണ് ഈ പ്രായമായിട്ടുള്ള വാർദ്ധക്യം, അതായത് അങ്ങനെയുള്ളവരെയാണ് അതായത് ജിറിയാട്രിക് ഇതിൽ പെടുത്തുന്നത്. 60 വയസ്സിന് അബോവ് വരുന്നവര്, അവർക്കാണ് എന്ത് കിട്ടുക, ഈ ഒരു കവറേജ് കിട്ടുക. 60 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ ആ കവറേജിൽ വരില്ല കേട്ടോ. അങ്ങനെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവര് ഏത് ഹോസ്പിറ്റലാണോ, ഇൻഷുറൻസ് കമ്പനി ഏത് ഹോസ്പിറ്റലാണോ നമുക്ക് ചൂസ് ചെയ്ത് തന്നിരിക്കുന്നത്, ആ ഹോസ്പിറ്റലിൽ മാത്രമേ നമുക്ക് ക്ലെയിം കിട്ടുള്ളൂ. ഓക്കെ. അതായത് ഈ ഇൻഷുറൻസ് കമ്പനിക്ക് ഓരോ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. ആ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയാൽ മാത്രമാണ് നമുക്ക് ക്ലെയിം കിട്ടുക. വേറെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യല് ക്ലെയിം കിട്ടില്ല. പ്രത്യേകം അത് ആ ഒരു ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇന്ന ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ കവറേജ് വരുന്നത്, ക്ലെയിം വരുന്നത് ഇന്ന ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയാൽ മാത്രമാണെന്ന് പ്രത്യേകം അവരവിടെ പരാമർശിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ വ്യക്തമായിട്ട് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇൻഷുറൻസിൽ ചേരുന്ന ആൾക്കാര് സൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി വേറൊരു കേസ് കൂടി ഉണ്ട്, കോപ്പേ ക്ലെയിംസ് എന്ന് പറയും. അതായത് ചില ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന കാര്യമാണ് കോപ്പേ ക്ലെയിംസ്. അതായത് ഇപ്പൊ 1 ലക്ഷം രൂപയാണ് ചികിത്സാ ചെലവിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ആയിട്ടുള്ളതെങ്കിൽ 50,000 രൂപ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ബാക്കി 50,000 രൂപ നമ്മ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണം. അങ്ങനെയുള്ള ഇൻഷുറൻസുകളും ഉണ്ട്. അപ്പൊ അതൊക്കെ വ്യക്തമായിട്ട് അവരോട് ചോദിച്ചിട്ട് വേണം ഇനിയും ഇൻഷുറൻസ് ചേരാനുള്ളവര് അത് സൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ. അതിനാണ് കോപ്പേ ക്ലെയിംസ് എന്ന് പറയുന്നത്. രണ്ടും കൂടി, അതായത് രണ്ട് ഇൻഷുറൻസുകാരും പേഷ്യന്റും തമ്മിൽ കോർഡിനേഷൻ ആയിട്ടാണ് ആ ഒരു എമൗണ്ട് അവിടെ സെറ്റിൽ ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്ന കേട്ടോ. ഡൗട്ട് ഒന്നും ഇല്ലേ ഇതിനകത്ത് അല്ലെ? അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം.
അതിനുശേഷം നമുക്ക് പുതിയ ചാപ്റ്റർ എടുക്കാം. ഓക്കെ, ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നന്നായിട്ട് വായിക്കുക. മനസ്സിലായെന്ന് വിചാരിച്ചിട്ട് വായിക്കാതിരിക്കരുത്. ഫ്ലോ ചാർട്ടൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലോ ചാർട്ടിൽ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരിക റീഅറേഞ്ച് ദ സെന്റൻസ് എന്നായിരിക്കും. അതായത് ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് തെറ്റായിട്ടായിരിക്കും തരുന്നത്, അത് റീഅറേഞ്ച് ചെയ്യാനായിരിക്കും പറയുക. അപ്പൊ ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രമേ റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കൂടാതെ ഡിസ്ചാർജ് സമ്മറിയിൽ എന്ന ക്വസ്റ്റ്യൻ വരും. ഓക്കെ ഓക്കെ, അപ്പോ താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. താങ്ക് യു മാം. നിഷ മാം അല്ലേ നെക്സ്റ്റ്? അതെ.